എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. അയ്യോ, മേയർ, എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം കൊണ്ട് നിങ്ങളുടെ സൺസിറ്റിയുടെ ആർമി വളരെയധികം സ്ട്രോങ് ആയി മാറും. ലോകത്തുള്ള ഏതൊരു ആർമിയുടെ കയ്യിലും എന്റെ ഈ മെഷീനെ തോൽപ്പിക്കുവാനുള്ള ഒരു ആയുധവും ഉണ്ടാവില്ല. അത് ശരി. പക്ഷേ ഡോക്ടർ ഖുറാന, ഈ ലോക്കറിനകത്ത് നിങ്ങൾ ഏത് സാധനമാണ് കണ്ടുപിടിച്ച് അകത്ത് വെച്ചിരിക്കുന്നത്? അത് അത്രയ്ക്ക് അപകടം പിടിച്ച സാധനമാണോ? ശരിക്കും ഇതൊരു അപകടം പിടിച്ച ആയുധമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് തെറ്റായ കൈകളിൽ ചെന്നപ്പെട്ടാൽ അതിഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഡോണ്ട് വെറി മേയർ, ഇവരുടെ സെക്യൂരിറ്റി മാത്രമല്ല ഇവിടെ ഉള്ളത്. ഞാൻ ഈ ലോക്കറിനകത്ത് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ. എന്റെ കൈ ഈ സ്ഥലത്ത് ടച്ച് ചെയ്തില്ലെങ്കിൽ ആ ലോക്കറിന്റെ കതവ് ഒരിക്കലും ഓപ്പൺ ആവില്ല. എന്നാ പിന്നെ നിങ്ങൾ അത് ഇന്ന് തന്നെ നമ്മുടെ മിലിറ്ററിയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കൂ. അല്ല, അത് ഇപ്പോഴല്ല. എന്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തെ അവസാനമായി ഒരു പ്രാവശ്യം ട്രയൽ ചെയ്ത് നോക്കാനുണ്ട്. ഒരു ദിവസത്തെ പ്രോഗ്രാമായിട്ട് ഞാൻ ഇന്റർനാഷണൽ സയന്റിസ്റ്റ് മീറ്റിന് വേണ്ടി പോവുകയാണ്. നാളെ തിരിച്ചു വന്നിട്ട് ആ അവസാനത്തെ ട്രയൽ ഞാൻ ചെയ്തു നോക്കും. അതിനുശേഷം ഞാനത് മിലിറ്ററിക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം. അതുവരെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് സേഫ് ആയിട്ട് നോക്കിക്കോണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതെന്റെ കടമയല്ലേ, ഞാൻ ചെയ്തോളാം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പോയെങ്കിൽ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റൂ. എന്നാ ഞാൻ ഇറങ്ങാണ്. എനിക്കും ഇപ്പൊ പോയേ പറ്റൂ. ഇന്ന് ഞാൻ സൺസിറ്റിയിലുള്ള കുട്ടികളുമായി ചേർന്ന് എക്സിബിഷനിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോറി കുട്ടികളെ, ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരല്പം ലേറ്റ് ആയി പോയി. അതിനൊരു കാര്യമുണ്ട്. സൺസിറ്റി മിലിറ്ററി ഓഫീസിൽ നിന്ന് ഒരു പുതിയൊരു വെപ്പൺ നേടാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ഖുറാനയുടെ കൂടെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അതെ, അതുകൊണ്ട് ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കേ മേയർ അങ്കിൾ. സൺസിറ്റിയുടെ സെക്യൂരിറ്റിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല. നീ പറഞ്ഞത് കറക്റ്റ് ആണ് കീക്കോ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വേറൊന്നും പ്രധാനമല്ല. ഇവിടെ ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? സൺസിറ്റിക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റി ഇവിടെയുള്ള ചെറിയ ചെറിയ കുട്ടികൾ പോലും ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും വളരെ ബ്രില്യന്റും സ്മാർട്ടുമാണ്. കലക്കി സാറേ, എന്തൊരു ഡയലോഗാ നിങ്ങളിപ്പോ പറഞ്ഞേ. ഞാനൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. വലിയ ബുദ്ധിമാനോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ടോണി ബോസിനെ കുറിച്ച് ചട്പിട്ടങ്ങളിലൊന്നും അറിയില്ല എന്നാണ്. എന്തുമാത്രം വലുതല്ലേ? ഇതിനെക്കുറിച്ച് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ജയന്റ് വീൽ. ജയന്റിന് കാലും വല്ല ജയൻ. എന്റെ ജയന്റ് വിശപ്പിനെ പോലെ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ജയന്റ് വീലിൽ കയറാം. വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും ജയിന്റ് വീൽ കേറില്ല. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നും. ഭൂമി നമ്മളെ ചുറ്റി ചുറ്റി വന്നോണ്ടിരിക്കുകയാണ്. പക്ഷേ ടോണി ബോസിന്റെ തലകറങ്ങി കറങ്ങുന്ന പറയുന്നേ. എന്താടാ പറഞ്ഞത്? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ആവശ്യമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എല്ലാ റൈഡ്സിനുമുള്ള ടിക്കറ്റ് മേടിച്ചു. ആർക്ക് ഏത് ഇഷ്ടമാണോ ആ റൈഡിലേക്ക് നിങ്ങൾ പോയിക്കോളൂ.
വരൂ മേയറെ, നമുക്ക് എല്ലാവർക്കും ഈ ജയന്റ് വീലിൽ ഇരിക്കാം. ഇപ്പൊ പേടിയൊന്നും തോന്നുന്നില്ലല്ലോ. ഇല്ലല്ല, എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ ഇതിനേക്കാളും വലിയൊരു ജൈൻ വെല്ലിൽ റൈഡ് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലൊരു ജൈൻ വെല്ലിൽ ഇരിക്കുകയായിരുന്നു. അത് ഇവിടുന്ന് നേരെ മാർസ് വരെ ചെല്ലും. അയ്യോ, കാര്യായിട്ട് പറയണോ? അല്ലാതെ പിന്നെന്താ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഈ ജൈൻ വെൽ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആകും. നോക്കിയോ, ഞാൻ ബാലൻസ് മിസ്സായി താഴേക്ക് വീഴും. അയ്യോ, നമ്മുടെ ഈ മേയർ ഈ ജയന്റ് വീല് കണ്ട് പേടിച്ചു പോയെന്നാ തോന്നുന്നേ. എന്ന് വെച്ചാ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളം അല്ലേ? ഡോണ്ട് ഫിയർ വെൻ ടെമ്പോ അണ്ണൻ ഈസ് ഹിയർ. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. ഓ വാവ്, ഈ സ്പീഡിൽ ചട്പട്ട് അങ്കിൾ എല്ലാ റൈഡ്സും 2 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ഞാനാരെന്ന് കാണിച്ചു തരാം. മറ്റുള്ളവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്റെ ഒരു ഹോബിയാണ്. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. ബീറ്റ്മാന്റെ ബീറ്റിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വന്നേക്കാം. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേവ്സ് വെച്ച് അറ്റാക്ക് ചെയ്യാണല്ലേ? അത് വളരെ വലിയ തെറ്റാണ്. പ്ലീസ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. എടാ കൊച്ചുചക്ക, ഇത് വെറും ട്രെയിലറാണ്. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഫുൾ പിക്ചർ കാണേണ്ടി വരും. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടിത്തെറിച്ച് ഓടും. സൺ സിറ്റിയിൽ ശത്രുക്കൾക്ക് സ്ഥലമില്ല. ക്രൈം നടക്കുമ്പോ ഫടാഫട്ട് തടഞ്ഞു നിർത്തുന്നതാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. ഓ നോ, എന്നെ പേടിപ്പിക്കുന്നു. ഞാൻ ഇതിനൊന്നും ഭയപ്പെടില്ല. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ല അല്ലേ? ആദ്യം ഞാൻ നിന്നെ വകവരുത്തി കാണിച്ചു തരാം. എന്റെ ഡ്രംസ് ബീറ്റ് കേട്ട് നിങ്ങളെല്ലാവരും ഞെട്ടിത്തെറിക്കും. വേറെ വഴിയില്ല. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ആ ബീറ്റ്മാന്റെ കയ്യിൽ നിന്ന് കൂട്ടുകാരെ രക്ഷിച്ചേ പറ്റൂ. ഡോണ്ട് വറി കിക്കോ, ബെസ്റ്റ് ഫോർമുല ഞാൻ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മളെ പിടിക്കുന്നത് മാത്രമല്ല, ആ മ്യൂസിക്കൽ മാനെ നമ്മളെ കാണാനും പറ്റില്ല. സബാഷ്, എനിക്ക് ഇത് തന്നെയാണ് ആവശ്യം. കിക്കോയും സൂപ്പർ സ്പീഡോയും ഈ സ്ഥലം വിട്ട് പുറത്തേക്ക് പോകണം. എന്നാൽ എന്റെ ജോലി ഈസി ആകും. എന്റെ മ്യൂസിക് കൊണ്ട് ഞാൻ എല്ലാം നശിപ്പിക്കും. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവന്റെ മുഖത്ത് സൂപ്പർ സ്പീഡോ കരിവാരിത്തേക്കും. ബീറ്റ്മാന്റെ മുഖത്ത് കരുതേച്ചു അല്ലേ? ഇപ്പൊ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നെന്ന് നോക്കിക്കോ. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും.
ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് ശരിക്കും വളരെ സ്ട്രോങ് ആണ്. എന്റെ ടോട്ടൽ സിസ്റ്റമും ഒന്ന് ഷെയ്ക്ക് ആയി പോയി. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 182. യെസ് ബഡി കിക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 182. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 46. ഓക്കേ ബഡി. ബീറ്റ്മാന്റെ മീറ്റിനെ തോൽപ്പിക്കാൻ മിസൈൽ അയക്കുന്നോ? നിന്റെ ഈ സിക്സ് ആക്ട് മൂവ്മെന്റ് നിന്നെ എന്തുമാത്രം രക്ഷിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സൂപ്പർ സ്പീഡോ ഫോർമുല 444. വാട്ട് ആൻ ഐഡിയ കിക്കോ, അപ്ലൈയിങ് ഫോർമുല 444. ഇതിനാണ് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. നിന്നെ തകർക്കാതെ വിടില്ല. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും. എല്ലാ സ്ഥലത്തും തീ പിടിക്കും. കിക്കോ, വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യൂ. ബീറ്റ്മാന്റെ ആ സൗണ്ട് വേവ്സ് എന്റെ ടോട്ടൽ സിസ്റ്റത്തെയും ഡാമേജ് ചെയ്യും. സൂപ്പർ സ്പീഡോ ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് കേട്ട് ഞെട്ടുന്നു അല്ലേ? അതുകൊണ്ടാണ് എല്ലാം ഡാമേജ് ആവുന്നത്. നമ്മൾ അവന്റെ സൗണ്ട് വേവ്സ് ഞെട്ടിപ്പിക്കാത്ത വിധം അടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഫോർമുല നമ്പർ 999. ഓ വാവ് കിക്കോ, അപ്ലൈയിങ് ഫോർമുല 999. വാ സൂപ്പർ സ്പീഡോ, ബീറ്റ്മാൻ ഇവിടെ അറസ്റ്റ് ആയി കിടക്കട്ടെ. നമുക്ക് ചെന്ന് നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കാം. നിങ്ങളൊക്കെ ഇതുവരെ എന്റെ ഇൻസ്ട്രുമെന്റിന്റെ പകുതി പവറെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിന്റെ ടോട്ടൽ പവറും കാണിച്ചു തരാം. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. തീ പിടിക്കും. തീ പിടിക്കും. എല്ലായിടത്തും തീ പിടിക്കും. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. അയ്യോ. ഏയ് അവിടെ നിക്ക്. ആ ജെയിൻ വില്ലിനെ നോക്കി നീ ഒരടി എടുത്തു വെച്ചാലും ശരി, ഞാൻ എന്റെ ഗിറ്റാർ വെച്ച് ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ ആ ജെയിൻ വില്ലിനെ വീഴ്ത്തും. ബീറ്റ്മാൻ, നിനക്ക് എന്താ വേണ്ടത് അത് പറ. അതാണ് പോയിന്റ്. വേറൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിപ്പോ ആവശ്യമുള്ളത് സൂപ്പർ സ്പീഡോ. ഈ കോഫി മഗിലുള്ള ഫിംഗർ പ്രിന്റ്സ് അതൊന്ന് സ്കാൻ ചെയ്തിട്ട് അതുപോലുള്ള ഫിംഗർ പ്രിന്റോട് ഗ്ലൗസ് ഉണ്ടാക്കി തരാൻ പറ. പക്ഷേ അത് ആരുടെ ഫിംഗർ പ്രിന്റ്സാ? ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യേ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. നിന്റെ ഫ്രണ്ട്സിന്റെ സേഫ്റ്റിയെ കുറിച്ച് മാത്രം ആലോചിക്ക്. നീ ഗ്ലൗസ് റെഡിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഗിറ്റാർ വായിക്കും. നീ ഒരിക്കലും പിന്നെ നിന്റെ കൂട്ടുകാരെ കാണില്ല. വേണ്ട വേണ്ട, നിക്ക് സൂപ്പർ സ്പീഡോ. ബീറ്റ്മാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്തു കൊടുത്തേക്ക്. ഓക്കെ ബഡി. ദാ പിടിച്ചോ, നീ ചോദിച്ച ഗ്ലൗസ് റെഡി. ഇപ്പൊ എന്റെ കൂട്ടുകാരെ വെറുതെ വിട്ടേക്ക്. ശരി, ഓക്കെ, ഞാൻ അവരെ വിട്ടേക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 38. ഏയ് നീ ആരാടാ? ഹാൻഡ്സ് അപ്പ്. എനിക്കൊരിക്കലും ഹാൻഡ്സ് അപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഞാൻ ഒറ്റയടിക്ക് മേലോട്ട് അയച്ചേക്കാം. Welcome, Dr. Khurana. The locker is open now.
ഡോക്ടർ ഖുറാനയായാലും പുരാനയായാലും ബീറ്റ്മാനാണ് ഇവിടുത്തെ രാജാവ്. ഇനി ഞാൻ ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ പോവുകയാണ്. ശരിക്കും ഈ ലൗഡ് സ്പീക്കർ അത്രയ്ക്ക് പവർഫുൾ ആണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? ഒരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം നമുക്കത് സൺ സിറ്റിയിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിക്കും. തീ കത്തിക്കും ഞാൻ, എല്ലാം തീ പിടിച്ച് നാശമാകും. കിക്കോ, നിനക്കൊരു കാര്യം അറിയോ? ബീറ്റ്മാന്റെ കോഫി മഗ്ഗിലുള്ള ഫിംഗർ പ്രിന്റ് ഗ്ലൗസ് ആക്കി തരാൻ പറഞ്ഞിരുന്നില്ലേ? ആ ഫിംഗർ പ്രിന്റ് ഡോക്ടർ ഖുറാനയുടേതാണ്. അത് വെച്ച് അവൻ ഈസി ആയിട്ട് ലോക്കർ ഓപ്പൺ ചെയ്യും. അയ്യോ, ഏത് ലോക്കറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ആ ലോക്കറിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? പറയുന്നേരെ. ആ ലോക്കറിനകത്ത് ഖുറാനെ കണ്ടുപിടിച്ച 4 സ്പീക്കേഴ്സ് ഉണ്ട്. ആ സ്പീക്കേഴ്സില് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത് മേയർ അങ്കിൾ? അതൊക്കെ വളരെ പവർഫുൾ ആയ സ്പീക്കേഴ്സ് ആണ്. അത് ഏതൊരു ഓഡിയോ ഫ്രീക്വൻസിയെയും 10 മടങ്ങ് അധികരിക്കാനുള്ള സ്പീക്കേഴ്സ് ആണ്. ചേട്ടാ, ഇതിപ്പോ പ്രശ്നമായല്ലോ. എന്ന് വെച്ചാ ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് അത് 10 മടങ്ങ് അധികമായിപ്പോ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ബീറ്റ്മാന്റെ മ്യൂസിക്കിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് ഭയങ്കര അപകടം പിടിച്ചതാണ്. ഇപ്പൊ അത് സ്പീക്കറിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ബീറ്റ്മാനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി പവർഫുൾ. കൊള്ളാം, കലക്കി. എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, തീ പിടിക്കും, എല്ലാം തീ പിടിച്ച് നശിക്കും. ഞാൻ എന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ ഈ വയർലെസ് സ്പീക്കറിന്റെ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ സ്പീക്കേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതും സൺസിറ്റിയിലാ ചെയ്യാൻ പോകുന്നേ. നമുക്ക് ചെറുതായിട്ടൊരു ഡെമോ നോക്കാം. ഇപ്പൊ നടക്കാൻ പോകുന്നത് ടൺ ടടായ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഡെഡ്ലി മ്യൂസിക്കിന്റെ ലൈവ് കോൺസേർട്ട്. ബീറ്റ്മാൻ വായിച്ച ഒരു ചെറിയ മ്യൂസിക്കൽ നോട്ട് കാരണം എത്ര വലിയ പ്രശ്നം ഉണ്ടായത്. അവൻ വളരെ ഹെവി ആയിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ ആരംഭിച്ചാൽ പിന്നെ ടോട്ടൽ സൺസിറ്റിയും നശിച്ചു പോകും. എന്റെ മ്യൂസിക്കൽ വേവ്സ് കൊണ്ട് ടോട്ടൽ സൺസിറ്റിയും ഞാൻ ആദ്യം തകർക്കും. തീ പിടിക്കും, തീ പിടിപ്പിക്കും, മുഴുവനായും തീ പിടിച്ച് നശിക്കും. ബീറ്റ്മാൻ സ്റ്റാച്യു ഓഫ് സൺസിറ്റി തകർത്തിരിക്കുകയാണ്. അറിയാം, പക്ഷെ നമുക്കത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും സൂപ്പർ സ്പീഡോ. പക്ഷെ അടുത്ത് വരുന്ന അവന്റെ അറ്റാക്കുകൾ നമ്മൾ തടഞ്ഞു നിർത്തണം. ഫോർമുല നമ്പർ 927 ആക്ടിവേറ്റ് ചെയ്യേ. ഓക്കേ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 927. നോക്കിക്കോ, ഇതാണ് മ്യൂസിക്കൽ ബോംബ്. എല്ലാരും പറയും ബം ചിക്ക് ബം. എന്റെ മ്യൂസിക് കേട്ട എല്ലാവരും ഞെട്ടും. തീ പിടിക്കും, എല്ലാ സ്ഥലത്തും തീ പിടിക്കും. ഇതുപോലുള്ള ചുവരുണ്ടാക്കിയിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയോ? ഇപ്പൊ തന്നെ ഞാൻ ചുവരിനെ ചിന്ന ഭിന്നമാക്കും. നോക്കിക്കോ. അതിനിടയ്ക്ക് ഇവർ രണ്ടുപേരും എങ്ങോട്ടാ പോയ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് ഞാനൊരു വഴിയായി പോയി. ഇതാണ് നമുക്ക് കിട്ടിയ ചാൻസ് സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 46 അപ്ലൈ ചെയ്യേ. രണ്ടാളിപ്പോ എന്തായി ചെയ്തത്? നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇപ്പൊ അനുഭവിച്ചേ പറ്റൂ. ഇനി ഞാൻ ഒരൊറ്റ തന്നെ വിട്ടുവെച്ചേക്കില്ല. കീക്കോ, നമ്മൾ ഇവിടെ രണ്ടുപേരും കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത്. ഇനി എന്താ ചെയ്യാ? കീക്കോ, എന്റെ സിസ്റ്റം ടോട്ടലായിട്ട് ഡാമേജ് ആയതുപോലെയുണ്ട്. ബീറ്റ്മാന്റെ സൗണ്ട് വേവ്സ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി എന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, അടുത്ത പ്രാവശ്യം ബീറ്റ്മാൻ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അപ്പോ ഫോർമുല നമ്പർ 36 അപ്ലൈ ചെയ്യേ. ഓക്കെ ബഡി, പക്ഷേ അവൻ അനങ്ങാതെ നിന്നിട്ട് വേണ്ടേ? അവൻ തുടർച്ചയായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, നീ കുറച്ചു സമയത്തേക്ക് തല കീഴായി വീണേക്ക്. അത് കാണുമ്പോ ബീറ്റ്മാൻ നീ ടോട്ടലി ഡാമേജ് ആയി പോയി എന്ന് കരുതിക്കോളും.
സൂപ്പർ കാർ ഇപ്പൊ തലയും കുത്തി താഴെ കിടക്കുന്നത് കണ്ടില്ലേ? എന്റെ മ്യൂസിക് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിക്കും. തീ പിടിക്കും, തീ പിടിക്കും, തീ പിടിച്ചെല്ലാം നശിക്കും. യാ, വേണ്ട, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നീ തകർത്തു അല്ലേ? ഇത്ര നേരം നീ മ്യൂസിക് വായിച്ച് കളിച്ചെല്ലാം മതി, ഇനി നമുക്ക് പോകാം. എന്താ പറഞ്ഞത് സാർ? ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവുമില്ല, ഞാൻ ഫിറ്റ് ആൻഡ് ഫൈൻ ആണ് ബഡി.